ഹലോ ഗൈസ്, വെൽക്കം ടു വരാന്ത റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ക്യാരക്ടറാണല്ലേ കർണൻ. മഹാഭാരതത്തിലെ കർണൻ എന്ന് പറയുന്നത് സൂതപുത്രനായ കർണൻ ക്ഷത്രിയനല്ലാത്തതിൻ്റെ പേരിൽ ദ്രോണാചാര്യർ ശിഷ്യത്വം കൊടുക്കാൻ തയ്യാറാവുന്നില്ല അല്ലേ. അപ്പോൾ അതിൽ മനനൊന്ത കർണൻ നേരെ സമീപിക്കുന്നത് നമ്മുടെ ദ്രോണാചാര്യയുടെയും ഗുരുവായിട്ടുള്ള സാക്ഷാൽ പരശുരാമൻ്റെ അടുത്തേക്കാണ്. എന്നാൽ പരശുരാമൻ്റെ അടുക്കിലേക്ക് ഒരു ക്ഷത്രിയനല്ലാത്ത ഒരു ആളെ ഒരിക്കലും പരശുരാമൻ ശിഷ്യത്വം കൊടുക്കാൻ തയ്യാറാവില്ലെന്ന് കർണൻ അറിയാമായിരുന്നു. അപ്പോൾ ഒരു നുണ പറഞ്ഞുകൊണ്ട് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചാണ് കർണൻ നമ്മുടെ പരശുരാമൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പരശുരാമൻ കർണന് ഒരുപാട് അത്ഭുതമായിട്ടുള്ള അപാരമായിട്ടുള്ള അസ്ത്രവിദ്യകളും ദിവ്യാസ്ത്രങ്ങളൊക്കെ പകർന്നു നൽകുന്നുണ്ട്. എന്നാൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ പരശുരാമൻ തിരിച്ചറിയുന്നു കർണൻ ഒരു ബ്രാഹ്മണനല്ല എന്നും തന്നെ പറ്റിച്ചിട്ടാണ് തൻ്റെ അറിവുകൾ നേടിയെടുത്തതെന്നും. അതിനെ തുടർന്ന് പരശുരാമൻ നമ്മുടെ കർണനെ ശപിക്കുന്നുണ്ട്. നിനക്ക് ഏറ്റവും വേണ്ട സമയത്ത്, നിനക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നീ ഇപ്പോൾ പഠിച്ച ഈ അസ്ത്രവിദ്യകളൊക്കെ മറന്നു പോകട്ടെ എന്നുള്ള ശാപം പരശുരാമൻ കർണനെ നൽകുന്നു. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ നമ്മുടെ മഹാഭാരത യുദ്ധ സമയത്തല്ലേ നമുക്കറിയാം തൻ്റെ രഥത്തിൻ്റെ ചക്രം ചെളിയിലായിരുന്നു പോകുമ്പോൾ അത് ഉയർത്താൻ ശ്രമിക്കുന്നിടയിൽ അർജുനൻ്റെ അസ്ത്രങ്ങൾക്കെതിരെ ഒരു ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒരിക്കലും കർണന് സാധിക്കുന്നില്ല. അഥവാ തനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് തൻ്റെ അസ്ത്രവിദ്യകൾ കർണൻ മറന്നു പോകുന്നു. ഏറ്റവും ആവശ്യമുള്ള സമയം നമ്മളൊക്കെ എല്ലാവരും ആസ്പിറൻസ് ആണല്ലോ. ഒരു ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുവാണെങ്കിൽ ഏറ്റവും ആവശ്യമായ സമയം ഏതാണ്? ഒന്ന്, നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ആസ്പിറൻസ് ആണെന്ന് നമ്മൾ തിരഞ്ഞെടുത്ത ഡിസൈഡ് ചെയ്ത ആ ഒരു പോയിൻ്റാണ്. രണ്ടാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലെ ആസ്പിറൻസ് എന്ന ജേണിയിൽ ഏറ്റവും ക്രൂഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിൻ്റെ ആ ഷിഫ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന ടൈം തന്നെയാണ് അല്ലേ. നമുക്കറിയാം എല്ലാവരും നമ്മൾ ഒരിക്കലും ഒരു പാനിക് ആവുന്ന സിറ്റുവേഷൻ, നമുക്ക് ഏറ്റവും ആവശ്യമായ സമയത്ത് നമുക്ക് നമ്മുടെ പെർഫോമൻസ് പക്കയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ വിദ്യകളൊക്കെ നമ്മുടെ അസ്ത്രവിദ്യകളെ മറന്നുപോയി കഴിഞ്ഞാൽ എന്തൊരു ഗതികെട്ട അവസ്ഥയായിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നം മറികടക്കാം? നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരു പോയിന്റിലെങ്കിലും മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോഴായാലും അല്ലെങ്കിൽ എക്സാമിനെ ഫേസ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ ചിലരെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഇതല്ലേ. നമുക്ക് ഏറ്റവും മോസ്റ്റ് നീഡഡ് ടൈം നമ്മുടെ വിദ്യകളൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ എങ്ങനെ ഇത് ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ. നിങ്ങളെല്ലാവരും ഇതിൻ്റെ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക ഹൗ ടു അറ്റംപ്റ്റ് മോക്ക് ടെസ്റ്റ്. പക്ഷേ ഇത് മോക്ക് ടെസ്റ്റുകൾ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ അല്ല, മറിച്ച് എക്സാം എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു എക്സാമിൻ്റെ ആ ഒരു സിനിയോറി ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ്. അപ്പോൾ മോക്ക് ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ എക്സാമിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഡിസ്ക്ലെയിമർ പറയാനുള്ളത്, ഞാനിപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഞാൻ ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നുള്ളത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരു അക്സെപ്റ്റ് ആവുന്ന യാതൊരു നിർബന്ധമില്ല, അല്ലെങ്കിൽ ഇത് യൂണിവേഴ്സലായിട്ടൊരു സ്ട്രാറ്റജി എന്നൊരു സാധനം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, മറിച്ച് നമുക്ക് ഒരു സ്ട്രാറ്റജി ഞാൻ പറയും, അത് നിങ്ങൾ അല്ലെങ്കിൽ ഒരാൾ തരുന്ന സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക, എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. വർക്കായാൽ ഇറ്റ്സ് ഗ്രേറ്റ്, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ ചില ട്വിക്സ് വരുത്തുക, അതിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി നിങ്ങളുടെ രീതിയിൽ എന്ത് ചെയ്യുക, അതിന് മാറ്റം വരുത്തി അപ്ലൈ ചെയ്യുക. സ്റ്റിൽ ഞാൻ പറയുന്ന ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കി അതെന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു ഡ്രാസ്റ്റിക് ഇമ്പ്രൂവ്മെൻറ്റിനെ കാണാൻ സാധിക്കും. നിങ്ങൾ കണ്ടതുപോലെ ഒരു മിനിമം ടൈമിൽ നിങ്ങളുടെ സ്കോർ മാക്സിമൈസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ സമയങ്ങളെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ കർണൻ്റെ ആ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള സമയം അല്ലേ, എന്താണ് നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള സമയം? നമ്മുടെ ഷിഫ്റ്റ് ടൈം തന്നെയാണ്. നമുക്ക് ഷിഫ്റ്റ് ടൈം നമുക്ക് 3 ക്ലാസ് ചെയ്യാം. എല്ലാവരും പറയുന്ന കാര്യമാണ്. എല്ലാവർക്കും നമ്മൾ എക്സാം കഴിഞ്ഞിറങ്ങി ആരോട് ചോദിച്ചാൽ പറയും എനിക്ക് ഹാർഡ് ഷിഫ്റ്റ് ആയിരുന്നു. ശരിക്കും ഹാർഡ് ഷിഫ്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. നമുക്കത് മേ ബി ആ ഒരു ആൻസർക്ക് വന്ന ശേഷമായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവുക ഹാർഡ് ഷിഫ്റ്റ് ആണോ, മോഡറേറ്റ് ആണോ, ഈസി ആണോ എന്നൊക്കെ. ഓക്കെ, പക്ഷെ നമുക്കത് മേ ബി ഹാർഡ് ആയിരുന്നിരിക്കാം. ബട്ട് ഓവറോൾ ആ ഒരു ഷിഫ്റ്റ് അറ്റംപ്റ്റ് ചെയ്ത എല്ലാവരുടെയും ഒരു സ്കോർ കൺസിഡർ ചെയ്ത ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നതാണ് ഹാർഡ് ആണോ, മോഡറേറ്റ് ആണോ, ഈസി ആണോ. എന്തായാലും നമുക്ക് ഷിഫ്റ്റുകളെ 3 ക്ലാസ് വെച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലായല്ലോ, ഈസി, മോഡറേറ്റ്, ഹാർഡ്. എന്തിൻ്റെ പേരിലാണ് നമുക്ക് ഈസി, മോഡറേറ്റ്, ഷിഫ്റ്റ്, ഹാർഡ് ഷിഫ്റ്റ് ഒക്കെ ക്ലാസ് ചെയ്യുന്നത്? ഒന്ന്, ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടി ലെവൽ, അതിൻ്റെ എണ്ണമാണ്. നമുക്കൊരിക്കലും ടഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് ടഫ് എന്ന് പറയുന്നത്? ടഫ് എന്ന് പറയുന്നത് ഒന്നുകിൽ അത് കാൽക്കുലേറ്റീവ് ആണ്, അല്ലെങ്കിൽ അത് കോൺസെപ്ച്വലി ഡീപ്പാണ്. ഞാൻ ടച്ച് ചെയ്യാതെ പോയ ഒരു ടോപ്പിക് എന്നാണ് ചോദിച്ചത്, അപ്പോൾ അത് ടഫായി. പഠിച്ചിട്ട് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യനും എന്താണ്, ഈസി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ബട്ട് എഗെയിൻ കാൽക്കുലേറ്റീവ് വരാം. ഈ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നേരെ പറയും എനിക്കിന്ന് ടഫ് ഷിഫ്റ്റ് ആയിരുന്നു, ഹാർഡ് ഷിഫ്റ്റ് ആയിരുന്നു. ഓക്കെ, ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സ്ട്രാറ്റജി കൂടുതൽ യൂസ്ഫുൾ ആവുക ഈ 2 കാറ്റഗറി ആയിരിക്കും, മോഡറേറ്റ്, ഹാർഡ് ഷിഫ്റ്റ് ഫേസ് ചെയ്യുന്ന. ആൻഡ് മെജോറിറ്റി ഓഫ് യു are going to be facing എന്താണ്, മോഡറേറ്റ് അല്ലെങ്കിൽ ഹാർഡ് ഷിഫ്റ്റ്. ഓക്കെ അല്ലേ. ഈസി ഷിഫ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ബട്ട്
ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒരു രാപ്പകൽ വ്യത്യാസം കാണാൻ പറ്റുന്നത് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. കാര്യം അഗെയിൻ അറ്റംപ്റ്റിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈസി ഷിഫ്റ്റ് ആണെങ്കിൽ ഡസൻ മാറ്റർ, അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നുണ്ടാവില്ല. സ്റ്റിൽ അത് ഈസി ആയിക്കോട്ടെ, മോഡറേറ്റ് ആയിക്കോട്ടെ, ഹാർഡ് ആയിക്കോട്ടെ, ഷിഫ്റ്റ് എടുത്ത ശേഷമായിരിക്കും നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പോൾ ഈ പറയുന്ന സ്ട്രാറ്റജി പക്കയായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാം, ഞാൻ ഒരു ലൈൻ കൊണ്ടുവരുന്നത് ഷിഫ്റ്റ് വെയർ ഈവൻ ടോപ്പേഴ്സ് ക്വസ്റ്റ്യൻ എക്സിസ്റ്റൻസ് അല്ലേ. നമുക്ക് ടോപ്പേഴ്സ് പോലും ഞാൻ ആരാ ഏട്ടാ എന്ന് ചോദിച്ചു പോകുന്ന ഒരു ഷിഫ്റ്റ് ആയിരിക്കും ഹാർഡ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അഗെയിൻ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണിത്. സോ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എഗെയിൻ ഇത് ഇൻ്റർമീഡിയറ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു ബിഗിനർ ആയിക്കോട്ടെ, അഡ്വാൻസിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളായിക്കോട്ടെ, ആർക്കായാലും ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഈ ഒരു സെഷനിൽ നിന്ന് ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റെങ്കിലും കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. ആൻഡ് മോക്സ് അല്ലേ, നമുക്ക് ടോപ്പിൽ കിടക്കട മോക്സ്. എന്തുകൊണ്ടാണ് മോക്ക് മാറ്റർ എന്ന് ചോദിച്ചാൽ, മോക്ക് എന്ന് പറയുന്നത് ശരിക്കും എക്സാം തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് CGL ആസ്പിറൻസിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ പോലും ഈ മോക്ക് അടിക്കുന്നത് CGL ആസ്പിറൻസ് മാത്രമല്ല, CHSL ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഏത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് ആണ് നിങ്ങളെങ്കിലും മോക്സ് എല്ലാവരും അടിച്ചു പഠിക്കേണ്ട ഒരു സംഭവമാണ് അല്ലേ. അപ്പോൾ മോക്സ് എന്ന് പറയുന്നത് എന്താണ്, എക്സാം തന്നെയാണ്. ഒരു റിയൽ എക്സാമിൻ്റെ ഒരു സിനേറിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണ് മോക്ക്. അല്ലാണ്ട് ചായ കുടിക്കുമ്പോൾ പാസീവായിട്ട് എടുക്കേണ്ട ഒന്നല്ല മോക്ക്. എഗെയിൻ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ അല്ലെങ്കിൽ GKയുടെ സെക്ഷണൽ ടെസ്റ്റൊക്കെ വരാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പാസീവായിട്ട് നമുക്കൊരു ബസ് കാത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ചായ കുടിക്കുന്ന ഒരു കോഫി കുടിക്കുന്ന ഗ്യാപ്പിലൊക്കെ ഉറപ്പായിട്ട് നമുക്ക് ഇംഗ്ലീഷും GKയുടെ ഒക്കെ സെക്ഷണൽ ടെസ്റ്റ് എടുക്കാം. ഒരു 5-10 മിനിറ്റ് മതിയാവും. പക്ഷേ ഒരു ഫുൾ ടെസ്റ്റിൻ്റെ കാര്യം എടുത്താൽ, ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഫുൾ മോക്കിനെ പറ്റിയിട്ടായിരിക്കും. ഒരു ഫുൾ മോക്ക് നമ്മൾ കൺസിഡർ ചെയ്താൽ അവിടെ ഒരു റിയൽ എക്സാം ലൈക്ക് സിനേറിയോ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്ത് പോയിട്ട് തിരിച്ച് വന്ന് റിസ്യൂം ചെയ്ത് ബാക്കി അടിക്കാം എന്നുള്ള മൈൻഡ് പാടില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു 1 അവർ നിങ്ങൾക്ക് സ്പെയർ ചെയ്യാൻ. എഗെയിൻ 1 അവർ അല്ല, 2 അവർ അല്ല. ഇപ്പോൾ Tier 2 ആണെങ്കിൽ 2 അവർ ഉണ്ടാവും. എഗെയിൻ ഞാൻ പറയുവാണ്, ആ മോക്കിൻ്റെ ടൈം നിങ്ങൾക്ക് സ്പെയർ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മോക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മോക്ക് എന്ന് പറഞ്ഞാൽ എക്സാം തന്നെയാണ്. എക്സാമിന് നിങ്ങൾ എങ്ങനെ ഏത് സീരിയസ്നെസ്സോടെ ഇരിക്കുമോ അതുപോലെ തന്നെ എന്ത് ചെയ്യുക, മോക്കിനെയും സമീപിക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നിങ്ങൾ മോക്കിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ മോക്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഇൻ ദ സെൻസ് നിങ്ങൾ ചെയ്യുന്നതൊക്കെ എന്താണ് അബദ്ധങ്ങൾ അല്ലെങ്കിൽ എന്താണ് തെറ്റുപറ്റുന്ന അതേ ശീലമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എക്സാമിനും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ മോക്കിന് നിങ്ങൾ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് നിങ്ങൾ എഗെയിൻ നല്ലൊരു സ്ട്രാറ്റജി പ്രോപ്പറായിട്ട് ഹാബിച്വലായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എക്സാമിനും അതേ ആ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കറിയാം എല്ലാവരും ഓടി തന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ. എക്സ്പെർട്സ് എന്ന് പറയുമ്പോൾ ഓടി തന്ന് എല്ലാ ഫുൾ ടൈം ക്ലാസ് കാണുക, അല്ലെങ്കിൽ എന്താണ് ഫോമുലാസ് പഠിക്കുക, എഗെയിൻ GK റിവൈസ് ചെയ്യുക, ഇംഗ്ലീഷ് റൂൾസ് പഠിക്കുക ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 50% മാത്രമേ നിങ്ങളെ സഹായിക്കത്തുള്ളൂ. ബാക്കി 50% നമ്മുടെ പെർഫോമൻസ് ആണ്. എഗെയിൻ ഞാൻ കർണൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. കർണൻ അത്ഭുതമായിട്ടുള്ള ഒരുപാട് അസ്ത്രവിദ്യകൾ പഠിച്ചു, വളരെ കേവനായിട്ടുള്ള മേ ബി പലരുടെയും പറയാൻ പറ്റും അർജുനേക്കാൾ മേ ബി ഒരു വില്ലാളിയായിട്ട് ഒരു വ്യക്തിയായിരുന്നു കർണൻ. പക്ഷേ എന്ത് പറ്റി, പെർഫോം ചെയ്യാൻ ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോ യൂസ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന സാധനം അതുപോലെ തന്നെ പാരലായിട്ട് പെർഫോം ചെയ്ത് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിൻ്റെ പീക്ക് ലെവൽ എത്തിക്കാൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രിപ്പറേഷൻ കൊണ്ട് യാതൊരു യൂസും ഇല്ല. അപ്പോൾ മോക്സ് വളരെ മാറ്റർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി CGL ബാങ്ക് പോലുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പെർഫോമൻസ് മാറ്റേഴ്സ്. ഓക്കെ അല്ലേ. പിന്നെ സ്ട്രെസ് ചെയ്യുന്ന ഞങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, നിങ്ങളുടെ മോക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ട്രെങ്സും വീക്ക്നെസ്സും ഒക്കെ കാണിച്ചു തരുന്ന ഒരു ടെസ്റ്റാണ്. ഓക്കെ, നിങ്ങൾ മോക്ക് അടിക്കുമ്പോൾ നിങ്ങളുടെ സ്കോർ കുറവാണോ കൂടുതലാണോ അവിടെ നിൽക്കട്ടെ, പക്ഷേ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഒരു സെക്ഷനിൽ ആ ഒരു ടോപ്പിക്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഒരു സെക്ഷനിൽ എന്താണ് വീക്കാണ് അല്ലെങ്കിൽ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് കേട്ടോ. നിങ്ങൾ ഇനി എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പോലും ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എഗെയിൻ ഒരു പോയിന്റ് പറയാനുള്ളത്, കീപ്പ് എ ബുക്ക്. ഞാൻ ലാസ്റ്റ് ഒരു ബോണസ് ടിപ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബുക്ക് കീപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണെന്നൊക്കെ ഉള്ള ഒരു ജേർണൽ പോലെ എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്കപ്പോൾ ഓൺ ദ ലോങ് ടേം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ആ ഒരു ഗ്രാഫ് പോകുന്നത് അപ്വേർഡ് ആണോ ഡൗൺവേർഡ് ആണോ എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ. സോ ലെറ്റ്സ് കണ്ടിന്യൂ. ശരി, എഗെയിൻ ഞാൻ ഈ കൊണ്ടുവന്നിട്ടുള്ളത് ഇറസ്പെക്റ്റീവ് ഓഫ് ഷിഫ്റ്റ് ആയിക്കോട്ടെ ലെവലാക്കി എല്ലാവർക്കും നിങ്ങളുടെ ലെവല് മാറ്റർ ചെയ്യുന്നില്ല. നിങ്ങൾ എവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം നമ്മുടെ എഗെയിൻ ഞാൻ CGL എന്ന് പറയുന്ന അല്ലെങ്കിൽ SSC എന്ന് പറയുന്ന CGL മാത്രമല്ല SSCയുടെ എക്സാംസിനെയാണ് ഫോക്കസ് പറയുന്നത്. പക്ഷേ RRB ഏതൊരു എക്സാമിന് നിങ്ങൾക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് 4 സബ്ജക്ട്സാണ് മെയിനായിട്ടുള്ളത്.
QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി 6, പിന്നെ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് റീസണിങ്, അത് മാത്രം ബ്രാക്കറ്റ് ഇട്ടില്ല. ജനറൽ നോളജ്, നിങ്ങൾ വിചാരിച്ചു ആക്ച്വലി ജനറൽ നോളജ് അല്ല, ജനറൽ അവയർനെസ് ആണെന്ന് മനസ്സിലാക്കണേ. ജനറൽ അവയർനെസ് ആണ് നമുക്ക് വരുന്നത് എന്താണ്, കറണ്ട് അഫയേഴ്സിൽ കണക്ട് ചെയ്തിട്ടുള്ള GK, അതാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്, വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ സ്കോർസ് മാക്സിമൈസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ 4 സബ്ജക്റ്റ് നമുക്കുള്ളത്. സാധാരണ ഞാൻ Tier 1 ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് Tier 1 എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഏത് ഓർഡറിലാണ്, വാട്ട്സ് ദ ബെസ്റ്റ് ഓർഡർ ടു അറ്റംപ്റ്റ്, മോക്ക് അടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് ഓർഡർ എന്നാണ് ഉള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. കാര്യം ദർ ഇസ് നോ പെർട്ടിക്കുലർ ബെസ്റ്റ് ഓർഡർ. നമുക്കൊരു ഇതാണ് പക്കയായിട്ട് എല്ലാവർക്കും ഒരുപോലെ വർക്ക് ചെയ്യുന്ന ഒരു ഓർഡർ എന്ന് ഒരിക്കലും പറയാനില്ല. ബട്ട് നമുക്ക് മോസ്റ്റ്ലി എല്ലാവർക്കും ഒരുപാട് പേർക്ക് വർക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കും വർക്ക് ആയേക്കാവുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ഓർഡറാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇതുവരെ നമുക്കറിയാം, ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കിറ്റി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിന് മുന്നേ ഏതായിരുന്നു TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന് പറയുന്ന അവരായിരുന്നു നമുക്ക് എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. ഇവർ തമ്മിലുള്ള ഒരു എക്സാം ഇടുന്ന ക്വസ്റ്റ്യൻസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അഗെയിൻ സിലബസ് സെയിം ആണ്, പക്ഷേ ചോദിക്കുന്ന പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്തുണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ TCSനെ നിങ്ങൾ മനസ്സിലാക്കിയ നിങ്ങൾ ഓൾറെഡി കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആസ്പിറൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. TCSന് എന്താണ് ഒരു സ്ഥിരം ഒരു ക്ലിഷേ മോഡലിലെ ക്വസ്റ്റ്യൻ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം പാസ്റ്റ് ട്രെൻഡ് കട്ട് ഓഫ് കൂടിക്കൊണ്ടിരുന്നത്. കാര്യം എന്താ, ലാസ്റ്റ് എല്ലാം മോക്സ് PYQ ടെസ്റ്റ് മാത്രം എടുത്താൽ മതിയായിരുന്നു റിപ്പീറ്റ് ആയിട്ട്. നമുക്ക് അത് വെച്ച് ഈസി ആയിട്ട് എന്തെങ്കിലും സ്കോർ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാമെന്ന്. പക്ഷേ എഡ്യൂക്കേറ്റീവ് വന്ന് കഴിഞ്ഞപ്പോൾ എഡ്യൂക്കേറ്റീവ് 2-3 എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്, ഇപ്പോൾ CHS ഓൺഗോയിങ് ആണ്, നമുക്ക് സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞു, പിന്നെ സ്റ്റെനോ കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ CGL കഴിഞ്ഞു, ഇപ്പോൾ CHSൽ ഓൺഗോയിങ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ എക്സാംസുകളുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്താൽ ഈ ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസിന്, ഇപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എക്സാംസിന് GKയിൽ നിന്നും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. GKയിൽ നിന്നും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അഗെയിൻ പലർക്കും ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, 25 ക്വസ്റ്റ്യനും GK എന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെയൊന്നും അല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു 4-5 മേ ബി ചോദിക്കാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഭയങ്കര ഒരു രാപ്പകൽ വ്യത്യാസം ഒന്നുമില്ല, നിങ്ങൾ ആൻസറൊക്കെ അനലൈസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എനിവേ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതെങ്ങനെ നമ്മുടെ മോക്ക് അറ്റംപ്റ്റ് ചെയ്യുന്ന അതിനെ സ്വാധീനിക്കും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്തായാലും ഇതുവരെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട സ്ട്രാറ്റജി, അഥവാ TCS ആയിരുന്നപ്പോൾ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട സ്ട്രാറ്റജി എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം GK, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ റീസണിങ്, പിന്നെ മാത്സ്. ഈ ജേർമൻ എന്നൊക്കെ എല്ലാവരും പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണിത്. എന്ന് വെച്ചാൽ നമുക്ക് GKക്ക് ആദ്യമേ ഒരു 5 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറ്റംപ്റ്റ് ചെയ്ത് തീർക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കാര്യം എന്താടാ, GKയുടെ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്താ, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അല്ലേ, ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ, സ്കിപ്പ് അടിക്കുക എന്നുള്ള സാധനം മാത്രം. അറിയില്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക, അറിയാമെങ്കിൽ ആൻസറിൽ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് 25 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അറിയാത്തൊരു കാര്യം, ഞാൻ പഠിക്കാത്തൊരു കാര്യം എനിക്ക് ആലോചിച്ചെടുക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല. എനിക്കറിയാം അല്ലെങ്കിൽ അറിയില്ല. GKയുടെ കാര്യമാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ കാര്യമാണെങ്കിൽ എന്താണ്, വൊക്കാബൊക്കെ വരുമ്പോൾ എന്താണ്, ആ ഒരു സ്വഭാവം തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ 5 മിനിറ്റ്, ഇംഗ്ലീഷിന് 10 മിനിറ്റ്, അങ്ങനെ ഓവറോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് GKയുടെയും ഇംഗ്ലീഷിൻ്റെ സെഷൻ ആദ്യമേ ഒട്ടുമിക്കവരും ഫിനിഷ് ചെയ്യാറുണ്ട്. എന്നിട്ടാണ് റീസണിങ്ങിൽ കയറുന്നുണ്ടാവുക. റീസണിങ്ങിന് അഗെയിൻ റീസണിങ് ഒരു 15 മിനിറ്റ്, മാക്സിമം 25 മിനിറ്റ്. ഓക്കെ, എക്സ്ട്രാ വരുന്ന ഒരു 5 മിനിറ്റ് എന്താണ്, നമുക്ക് ബാക്കിയൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു 5 മിനിറ്റ് സമയം സ്പെയർ കിട്ടുന്ന രീതിയിലാണ് പൊതുവേ ഉള്ള സ്ട്രാറ്റജി പറയാറുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് GK 5 മിനിറ്റ് കൊണ്ട് ഇവിടെ നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്, എന്നിട്ടാണ് ഇംഗ്ലീഷ് കയറുന്നത്, റൈറ്റ്? ഓക്കെ, ഞാൻ പറഞ്ഞ പോയിന്റ് എന്താ, ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള സ്കീമിലാണ് നമ്മൾ GK. അതും ഒറ്റ ഗ്ലാൻസിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതെനിക്ക് അറിയാമോ, ഇതെനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എഡ്യൂക്കേറ്റ് വന്ന ശേഷമുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. നമുക്ക് ഞാൻ എഗെയിൻ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ പറയുവാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് അല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം, GK എനിക്ക് 5 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുമോടാ, ഞാൻ ആദ്യമേ കയറുക. എഗെയിൻ പ്രശ്നം എന്താ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു, ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു, അതെനിക്ക് അറിയാമോ അറിയില്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഒരു 30 to 45 സെക്കൻഡ്സ് എടുക്കും. എഗെയിൻ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല, സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ തന്നെ എനിക്ക് എന്താണ് മിനിമം 30 to 45 സെക്കൻഡ്സ് എടുക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, 25 ക്വസ്റ്റ്യൻ ഉള്ളതിൽ നമുക്കൊരു 30 സെക്കൻഡ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് പോയി കഴിഞ്ഞാൽ
എത്ര മിനിറ്റാടാ? 12.5 മിനിറ്റാണ് നമുക്കിവിടെ പോകുന്നത് അല്ലേ? 12.5 മിനിറ്റ് ജി കെക്ക് വേണ്ടി മാത്രം പോകുന്നുണ്ട്. ഞാൻ എല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നതല്ല. സ്റ്റിൽ ഒരു 10 മിനിറ്റോളം എങ്കിലും മിനിമം എന്തിൽ പോകുന്നുണ്ട്? ജി കെയിൽ പോകുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷിൻ്റെ കാര്യം, ഞാൻ ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇപ്പോഴത്തെ നിലവിലെ കണ്ടീഷനാണ് പറയുന്നത്, എഡ്യൂക്കേറ്റഡ് കാര്യമാണ് പറയുന്നത്. ജി കെ നമുക്ക് എന്താണ് 10 മിനിറ്റോളം മിനിമം ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി CGL എക്സാം അറ്റംപ്റ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ജി കെ എന്തുമാത്രം ടൈം ടേക്കിംഗ് ആയിരുന്നു എന്ന്. CHSന് അത്ര സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞാൽ സ്റ്റിൽ എഗെയിൻ ഞാൻ പറയുകയാണ്, ഗ്രാജുവൽ ലെവൽ പോസ്റ്റിന് വേണ്ടിയുള്ള സെലക്ഷൻ പോസ്റ്റ് CGL തുടങ്ങിയ എക്സാംസിന് 10 മിനിറ്റോളം നമുക്ക് ജി കെക്ക് സ്പെൻഡ് ചെയ്യുന്നൊരു ട്രെൻഡ് കാണാൻ പറ്റും. നേരെ ഇംഗ്ലീഷ് വരുവാണേ. ഇംഗ്ലീഷിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമുക്ക് ഏതൊരു റാൻഡം വൊക്കാബാണ്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ എന്താ കാണുന്നത്? ഒരു വലിയൊരു റീഡിങ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഒരു വലിയൊരു ക്ലോസ് ടെസ്റ്റ്. എന്താ പ്രശ്നം? എഗെയിൻ അവിടെ നമുക്ക് മുൻപ് ഒരു 10 മിനിറ്റ് എടുത്തെങ്കിൽ ഇവിടെ എന്താണ് 10ൽ കൂടുതൽ ഉറപ്പായിട്ട് എടുക്കും. എഗെയിൻ ഞാൻ ഒരു 10 to 15 മിനിറ്റോളം നമുക്ക് ഇവിടെ സ്പെൻഡ് ആവണം. ഇംഗ്ലീഷ് സ്പെൻഡ് ആവുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? ഒന്ന്, നമ്മൾ അവിടെ ഇരുന്ന് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതിനൊക്കെ മാറ്റാൻ എങ്ങനെ ചെയ്യാൻ നമുക്ക് വഴിയെ പറയാം. പക്ഷേ ഈ ഒരു ഓർഡറിനുള്ള പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ജി കെ ഇംഗ്ലീഷ് നമ്മൾ വെറും 15 മിനിറ്റ് കൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന ജി കെ ഇംഗ്ലീഷും ഇപ്പോൾ ഒരു ഗ്രാജുവൽ ലെവൽ പോസ്റ്റുകളിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അധികം വരുന്ന ഒരു എക്സാംസ് എന്ത് കാണാൻ പറ്റും? ഇത് രണ്ടും കഴിയുമ്പോൾ നമുക്ക് 25 മിനിറ്റ് നമുക്ക് പാസ്സായി. അഥവാ നമ്മുടെ എക്സാമിൻ്റെ ഒരു പകുതി, ഓൾമോസ്റ്റ് പകുതിയോളം നമ്മൾ എന്ത് ചെയ്തു? അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണം നമ്മുടെ ക്രൂഷ്യൽ സബ്ജക്റ്റ് ആയിട്ടുള്ള റീസണിങ്ങിലും മാത്സിലേക്ക് പോകാൻ. എഗെയിൻ റീസണിങ് ഞാൻ പഴയ പോലെ അതേ സമയം ഇടുന്നു, 15 to 20 മിനിറ്റ് നമുക്ക് സ്പെൻഡ് ആവും. പിന്നെ മാത്സിൽ കയറുമ്പോൾ പ്രശ്നം എന്താണ്? നമ്മൾ ഓൾറെഡി ക്ലോക്കിലേക്ക് നോക്കും. നമ്മുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മണിക്കുട്ടി ഉണ്ടല്ലോ നമ്മുടെ സൈഡിൽ ഇങ്ങനെ കൗണ്ടറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കൗണ്ടർ ടൈമർ. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ്? നമുക്ക് ആ ടൈമിൽ വളരെ തുച്ഛമായുള്ള സമയം മാത്രമേ ഉള്ളെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾ പാനിക്കാവുമ്പോൾ എന്താ പ്രശ്നം? നമ്മുടെ അസ്ത്രവിദ്യ നമ്മൾ മറന്നു പോകും. നമ്മൾ കർണനെ പോലെ ആവും അല്ലേ? നമുക്ക് ആ ഒരു ക്രൂഷ്യൽ മൊമെൻറ്റിൽ നമുക്കത് പെർഫോം ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ നമുക്ക് എഗെയിൻ സമയം നമുക്കൊരു 20-25 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്താൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നമ്മൾ എഗെയിൻ തിയറിറ്റിക്കലി ഇത് കറക്റ്റാണ്. പക്ഷേ എന്താ പ്രശ്നം? ഇത് വർക്കൗട്ട് ആവുമോ? ഇല്ല. നമ്മളിവിടെ പാനിക്കായി വരും. മേ ബി മാത്സിലെ ഒരു 10-15 ക്വസ്റ്റ്യൻ കാണാൻ പോലും പറ്റിയെന്ന് വരത്തില്ല. എഗെയിൻ അടുത്തൊരു സിനിമ ഞാൻ പറയുവാണേ. ഇപ്പോൾ ഈ ഒരു ഓർഡറിൽ അടിക്കുമ്പോൾ എന്താ പ്രശ്നം? നമുക്ക് മാത്സിലെ ഒരു 10 ക്വസ്റ്റ്യൻ കാണാൻ പറ്റുന്നില്ല. 10 ക്വസ്റ്റ്യൻ മാത്സിലെ കാണാൻ പറ്റുന്നില്ല. ഒരു ഓൾട്ടർനേറ്റ് സിനിമ ഞാൻ പറയുവാണ്. മറ്റൊരു ഓർഡറിൽ നമുക്ക് അടിച്ചു നോക്കാം. എന്താണ് ഇവിടെ ഡിഫറൻസ് നടക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, ഞാൻ ആദ്യം റീസണിങ് അടിക്കുന്നു, പിന്നെ മാത്സ് അടിക്കുന്നു, പിന്നെ ഇംഗ്ലീഷ് അടിക്കുന്നു, പിന്നെ ജി കെ അടിക്കുന്നു. ഇവിടെ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഓർഡർ ഇതാണ്. എന്താ കാര്യം? ഇത് നിങ്ങൾക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാം. എഗെയിൻ യൂണിവേഴ്സൽ അല്ല, നിങ്ങളുടെ ട്യൂക്സ് വരുത്താൻ ഉറപ്പായിട്ടും. അല്ലാണ്ട് ഞാൻ പറഞ്ഞ സ്റ്റിക്ക് ഓൺ വെള്ളം തോടെ വിഴുങ്ങണമെന്ന് ഒരിക്കലും ഞാൻ ആവശ്യപ്പെടില്ല. നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഐഡൻറ്റിഫൈ ചെയ്ത് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ ഉറപ്പായിട്ടും വരുത്തുക. അപ്പോൾ റീസണിങ് മാത്സ് ആദ്യം അടിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണ്? നമുക്ക് അറിയാവുന്ന, നമ്മൾ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ഒരു അസ്പിറൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റീസണിങ് മാത്സും അതെ പഴയ ഒരു ടൈം വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. 15 മിനിറ്റ്, ഇവിടെ 25 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആയിക്കോട്ടെ. എഗെയിൻ ക്വസ്റ്റ്യൻ ലെവൽ വേരി 20 25 ആയിക്കോട്ടെ. ഇംഗ്ലീഷ് കയറുമ്പോൾ അടുത്ത് നമ്മൾ ഇംഗ്ലീഷ് കയറുന്നു. ഇതൊക്കെ എന്താണ്? എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓർഡറിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് അടിക്കുമ്പോൾ നമ്മൾ എഗെയിൻ ആ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ എടുക്കുമെന്നിരിക്കട്ടെ. ജി കെയിൽ പോകുമ്പോൾ എനിക്ക് സമയം ലഭിച്ചില്ല. എഗെയിൻ ഞാൻ ഒരു ആവറേജ് ആസ്പിറൻറ്റിന് വേണ്ടിയുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളൊരു അത്യാവശ്യം പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ എന്ത് ചെയ്യാൻ സുഖമായിട്ട് ഇതൊന്നും മാറ്റർ ചെയ്യുന്നുണ്ടാവില്ല, അടിച്ചു പോകാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാനൊരു ആവറേജ് ആസ്പിറൻ്റെ കാര്യം പറഞ്ഞത്. ക്വസ്റ്റ്യൻ കണ്ടില്ല എന്ന് സ്ഥിരം പരാതി പറയാനുള്ള അവരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറയുന്നത്. ജസ്റ്റ് ഹിയർ മീ ഔട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്ലാൻ എ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് മാത്സിലെ 10 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതേ ഇല്ല. പ്ലാൻ ബിയിൽ എന്താ? ജി കെയിലെ 15 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടില്ല. ഏതാണ് ബെറ്റർ? മാത്സിലെ 10 ക്വസ്റ്റ്യൻ കാണാതിരിക്കുന്നതാണോ ജി കെയിലെ 15 ക്വസ്റ്റ്യൻ കാണാതിരിക്കുകയാണ്? എഗെയിൻ കാണാൻ പറ്റണം. നിങ്ങൾ പ്രോപ്പറായിട്ട് മോക്കടിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, യാതൊരു സംശയമില്ല. പക്ഷേ എഗെയിൻ ഞാൻ പറയുകയാണ്, കാണാൻ പറ്റാത്തൊരു സിനേറിയോ വന്നാൽ മാത്സിലെ 10 ക്വസ്റ്റ്യൻ കാണാതിരിക്കുന്നതാണോ ജി കെയിലെ 15 ക്വസ്റ്റ്യൻ കാണാതിരിക്കുന്നതാണോ നല്ലത്? ഉറപ്പായിട്ടും ജി കെയിലെ 15 ക്വസ്റ്റ്യൻ കാണാതിരിക്കുന്നത് നല്ലത്. കാര്യം എന്താടാ? മാത്സിലെ 10 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഞാൻ സമയം ഉണ്ടെങ്കിൽ എനിക്ക് 8 ക്വസ്റ്റ്യനെങ്കിലും അടിക്കാൻ പറ്റും. വിട്ടുപോലെ 2 ക്വസ്റ്റ്യനൊക്കെ വിടാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഇവിടെയോ 15 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യനും എനിക്ക് അറിയാൻ വഴിയുണ്ടോ? വഴിയില്ല. എഗെയിൻ ഞാൻ പറയുന്ന കാര്യം, ജി കെ ഒരു ഹിറ്റ് ഓർ മിസ്സാണ്.
ഒരു ശൂതുകളിയാണ്. നമുക്ക് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, ആ ഒരു സാധനം. പക്ഷേ മാത്സ് അങ്ങനെയല്ല. അത്യാവശ്യം പ്രിപ്പയർ ചെയ്തൊരു ആസ്പിറൻ്റ് ആണ് നിങ്ങൾ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു 80% ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, ചുമ്മാ തന്നെ എന്ത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ആലോചിച്ച് നോക്കുക ഏതാണ് ബെറ്റർ സിനേറിയോ എന്ന്. ഉറപ്പായിട്ടും സ്കിപ്പ് ക്വസ്റ്റ്യൻ കണ്ടില്ല എന്നൊരു സിനേറിയോ വരുവാണെങ്കിൽ ഐ വിൽ പിക്ക് GK. ഇത് ഇനി കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം എന്താ, വന്നാലും എനിക്കത് അറിയാനുള്ള സാധ്യത കുറവാണ്. കാര്യം GK ആണ്. GK നിങ്ങൾ അത്യാവശ്യം സ്ട്രോങ് ഉള്ള ആളാണെങ്കിൽ എല്ലാം മാറും. ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നസ് മനസ്സിലാക്കി വേണം ഇതിനെ കാണാൻ. ദ ബോട്ടം ലൈൻ ഈസ്, ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്ക് മിനിമം ടൈം കൊണ്ട് മാക്സിമം സ്കോർ കിട്ടുന്ന ഏത് സബ്ജക്റ്റ് ആണോ അത് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങൾ GK വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. ഇംഗ്ലീഷ് എനിക്ക് നല്ലപോലെ അറിയാം. ഉറപ്പായിട്ട് നിങ്ങൾ GK ഇംഗ്ലീഷിന് അടിച്ചിട്ട് വരിക. കാര്യം നിങ്ങൾക്ക് മാത്സിനേക്കാളും നിങ്ങൾ GK സ്ട്രോങ് ആണെങ്കിൽ GK ആദ്യം അടിക്കുക. അഗെയിൻ ബോട്ടം ലൈൻ ഈസ് മിനിമം ടൈം, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട്, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന ഏത് സബ്ജക്റ്റ് ആണോ അത് നിങ്ങൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റത്തേൽ അങ്ങനെ ഇപ്പോൾ അഗെയിൻ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നു, ടൈം ടേക്കിംഗ് ആയിട്ട് നമ്മുടെ പാറ്റേൺ മാറുന്നു എന്നുള്ള ഒരു സിനേറിയിലാണ് ഞാനിത് പറയുന്നത്. അല്ല, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, നോർമലി പഴയ TCS ട്രെൻഡിലാണെന്ന് ഉറപ്പായിട്ടും ഇതായിരിക്കും ബെറ്റർ സിനേറിയോ. അത് എല്ലാവരും ഇറ്റ് വേരീസ് അപ്പോൾ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ച് ട്വീക്ക് ചെയ്യുക. അപ്പോൾ റീസണിങ് മാത്സ് എന്താണ് എനിക്കറിയാനുള്ള സാധ്യത കൂടുതലാണ്, എന്നത് ആദ്യം അടിക്കുന്നു, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ GK. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങളുടെ ബെസ്റ്റ് ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താ അർത്ഥം എന്താണ്, ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, 15 ക്വസ്റ്റ്യനും കാണാൻ പറ്റും. പക്ഷെ അവിടെയോ നിങ്ങൾക്ക് അറിയാത്ത ഏതോ ഒരു ക്വസ്റ്റ്യൻസ് വേണ്ടി നിങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ഒറ്റ ഗ്ലാൻസ് നമുക്ക് മനസ്സിലാവത്തില്ല. GK വായിച്ച് നോക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വായിക്കണം, എന്നാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അവിടെ ടൈം വേസ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഗെയിൻ വാട്ട്സ് ദ ബെസ്റ്റ് ഓർഡർ ടു അറ്റൻഡ് മോക്ക് എന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ഓർഡർ സാധനം ഇല്ല. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ബെറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, എനിക്കിത് വർക്കായി, എനിക്ക് നേരിട്ട് അറിയുന്ന കുറച്ച് പേർക്ക് ഇത് ഫോളോ ചെയ്യുമ്പോൾ വർക്കായെന്ന് പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്കത് കൊണ്ടുവന്നത്. എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക, വർക്കാകും പ്രോബബ്ലി. ഓക്കെ, ശരി, മൂവിങ് ഓൺ. യെസ്, ഒരു AI ക്രിയേറ്റഡ് ഒരു പിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിനി പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആദ്യം ഇൻ്റർഫേസിനെ പറ്റി പറയാം. സമയം കളയുന്നില്ല. നമ്മുടെ എഡ്യൂക്കേറ്റഡ് പുതിയ ഇൻ്റർഫേസ് നമുക്കറിയാം. മോക്കിൻ്റെ ഇൻ്റർഫേസ് തന്നെ മാറിയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഒരു അത്യാവശ്യം പോപ്പുലർ പ്ലാറ്റ്ഫോംസിലൊക്കെ, മോക്ക് നിങ്ങൾ അടിക്കുന്ന പ്ലാറ്റ്ഫോംസിലൊക്കെ ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇനിയും മാറിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ മാറിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ഇൻ്റർഫേസ് മിമിക് ചെയ്യുന്ന ഏതെങ്കിലും മോക്ക് പ്ലാറ്റ്ഫോമിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ മോക്സ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കേടാ, ഐ ഹോപ്പ് യു ക്യാൻ സീ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ മെനു, അതിൻ്റെ എന്താണ് ഓരോ ബട്ടൺസും എങ്ങനെയൊക്കെയാണ് അത് കാണിക്കുന്നതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു കളർ കോഡിങ് ശ്രദ്ധിക്കാം. നമുക്കിത് വളരെ മാറ്റർ ചെയ്യുന്നുണ്ട്. നോക്കാം. നമുക്ക് ബ്ലൂ കളറിൽ കാണുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ കളർ കാണുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഞാനിതൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻ കളർ ആണെങ്കിലോ ഞാനത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബ്ലൂ, ഗ്രീൻ. റെഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോണേ, മുന്നേ TCSൻ്റെ കളർ കോഡിങ്ങിന് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് എടുത്തു കൊണ്ടുവന്നത്. ഓക്കെ, റെഡ് കളർ എന്ന് വെച്ചാൽ എന്താ, ഞാൻ ഇതുവരെ ഇത് ആൻസർ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിത് അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മാർക്ക് ചെയ്തിട്ടുണ്ട്. യെല്ലോ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? യെല്ലോ എന്ന് വെച്ചാൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, മാർക്കും ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം, ആ മാർക്ക് ഫോർ റിവ്യൂ എന്ന ഓപ്ഷൻ്റെ ഉപയോഗതയും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ. അപ്പോൾ യെല്ലോ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ അറ്റംപ്റ്റും ചെയ്തു, മാർക്കും ചെയ്തു. റെഡ് എന്ന് പറയുന്നത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തോ ഇല്ല, പക്ഷേ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂവും ഗ്രീൻ അടിച്ചതാ, ബ്ലൂ ഞാൻ അടിക്കാൻ പോകുന്നതാണ്. ഓക്കെയാണ്. ഈ കളർ കോഡിങ് നമുക്ക് എങ്ങനെ നമ്മുടെ അഡ്വാൻറ്റേജിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് തിങ്ക്, ഒരു സിനേറിയോ ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കോൺട്രാക്ടർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയുവാണ്, എടാ ഒരു 100 കല്ലുണ്ട്. എത്ര കല്ലുണ്ട്? 100 കല്ലുണ്ട്. എഗെയിൻ ആ 100 കല്ലും പല സൈസിലുള്ള കല്ലുകളാണ്. ഈ 100 കല്ലുകളും പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് നിങ്ങൾ കൊണ്ടുവെക്കണം. വെച്ച് കഴിഞ്ഞാൽ കല്ലൊന്നിന് ഞാൻ 200 രൂപ വെച്ച് തരും. എങ്ങനെ? 100 കല്ലുകളുണ്ട്, 100 കല്ലുകൾ എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവയ്ക്കണം. ഒരു കല്ല്, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ, പല സൈസിലെ കല്ലുണ്ട്, കുഞ്ഞു കല്ല് മുതൽ ഏറ്റവും വലിയ കല്ല് വരെയുണ്ട്, വലിയ ഭീമാകാരമായ കല്ല് വരെയുണ്ട്. എന്തായാലും ഒരു കല്ലിന് 200 രൂപ വെച്ച് ഞാൻ തരുന്നതായിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ദ സൈസ് ഓഫ് ദ സ്റ്റോൺ. ഓക്കെയാണ്. നമ്മൾ ഏത് കല്ല് ആദ്യം എടുക്കും? നോക്കിയടാ, നമ്മൾ ഏത് കല്ല് ആദ്യം എടുക്കും? പല സൈസ് കല്ലുണ്ട്, ഉറപ്പായിട്ട് നമ്മൾ ആദ്യം കല്ലെടുക്കൂടാ. ചെറിയ കല്ല്,
അല്ലേ? ഏറ്റവും ചെറിയ കല്ല് നമ്മൾ ആദ്യം എടുത്ത് നോക്കും, വളരെ പെട്ടെന്ന് നമുക്കത് കൊണ്ട് വെക്കാൻ പറ്റും. ആ ഒരു മൊമെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ നമ്മൾ ആദ്യം കൊണ്ട് വെക്കും. പിന്നെ നമുക്ക് പറ്റുന്ന കുറച്ച് വലിയ വലിയ കല്ലുകൾ നമ്മൾ എടുക്കും. ദെൻ എല്ലാം കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറാണ് നമുക്ക് കോൺട്രാക്ടർ അനുവദിച്ച സമയം. ഈ 1 മണിക്കൂറിൽ സമയം തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ കല്ല് ഉരുട്ടി നോക്കും, എന്നെ കൊണ്ട് പറ്റുന്നുണ്ടോ, കൂട്ടിയാൽ കൂടുമോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെയ്ത് നോക്കും അല്ലേ? സെയിം കാര്യം തന്നെയാണ് നമ്മൾ മോക്കുകളിലും ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം 100 ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 100 ക്വസ്റ്റ്യൻ ഉണ്ട്. 100 ക്വസ്റ്റ്യൻ ഉണ്ട്. അഗെയിൻ Tier 1 വേണ്ടിയാണ് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ യുക്തിപരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ സ്ട്രാറ്റജി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏതൊരു എക്സാമിനും അപ്ലൈ ചെയ്യാൻ പറ്റും. 100 ക്വസ്റ്റ്യൻ 4 സബ്ജക്റ്റായിട്ട് ക്ലാസ് വെയിറ്റ് ഉണ്ട്. റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK. ഓക്കെ അല്ലേ? റീസണിങ്, മാത്സ്, ഇംഗ്ലീഷ്, GK. ഈ റീസണിങ് എന്ന് പറയുന്ന മാത്സ് എന്ന് പറയുന്നതിന് പ്രത്യേകം എന്താണ്? നമുക്ക് അഗെയിൻ അറിയാമോ അറിയില്ല എന്നുള്ളതല്ല, എൻ്റെ പെർഫോമൻസ് ആണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ കാണുന്നു, ചെയ്തു തുടങ്ങുന്നു. ഓക്കെ അല്ലേ? എങ്ങനെ നമുക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഒന്നുമില്ലടാ, നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ 1 2 3 4 5 ഇങ്ങനെ കിടപ്പുണ്ട് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് അല്ലേ? 1 2 അങ്ങനെ 15 25 കിടപ്പുണ്ടെന്ന് ജസ്റ്റ് വിചാരിക്കുക. 25 ഞാനിപ്പോൾ പറയാൻ പോകുന്ന സ്ട്രാറ്റജി കൂടുതൽ വർക്കാവുന്നത് റീസണിങ്ങിനും മാത്സിനുമാണ്. ഇംഗ്ലീഷിന് വർക്കാവും, പക്ഷേ GKയിൽ നിങ്ങൾ അത്രയധികം ആവശ്യം വരത്തില്ല. കാര്യം എന്താ? ഇംഗ്ലീഷും GKയിലൊക്കെ എന്താണ്? ഒന്നുകിൽ അറിയാമല്ലെങ്കിൽ അറിയില്ല എന്നുള്ള സ്കീമാണ്. നമ്മൾ അപ്പം തന്നെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ റീസണിങ് മാത്സിലാണ് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇവിടെ ശരിക്കും ഇത് ബാങ്കുകാരുടെ സ്ട്രാറ്റജിയാണ്. എന്താണ്? അറിയാവുന്ന ക്വസ്റ്റ്യൻ മാത്രമേ പിക്ക് ചെയ്ത് അടിക്കുക എന്നുള്ള കാര്യം. അതാണ് ശരിക്കും നമുക്കിപ്പോൾ വേണ്ടത്. നോക്കാം. എടാ, ഞാൻ കോണ്ടിൻ്റെ ഞാൻ QA വെച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. QA ആണെങ്കിലും റീസണിങ് ആണെങ്കിലും ഒരേ സ്ട്രാറ്റജി തന്നെയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഞാൻ എന്താ പറഞ്ഞേ? നമുക്ക് ഏറ്റവും കുഞ്ഞു കല്ലുകൾ ആദ്യം കൊണ്ട് എന്ത് ചെയ്യുക? പോയിന്റ് ബിയിലേക്ക് എത്തിക്കുക. നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ കാശ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏറ്റവും ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കും. ആണേ, അതേ പരിപാടി. എന്താടാ? നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു, എനിക്കറിയാം അതിൻ്റെ ചെറിയ കല്ല, ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, പച്ച കളറായി. രണ്ടാമത്തത് എനിക്കറിയാം, ഞാൻ ചെയ്തു. ഈ ഓർഡർ ആരാണ് തീരുമാനിക്കുന്നത്? ഇത് വളരെ ഷഫിൾഡ് ആയിട്ടുള്ള റാൻഡമായിട്ട് എനിക്ക് എൻ്റെ സിസ്റ്റം തരുന്ന ഓർഡറാണ്. ആണേ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആസ്പിറൻറ്റിനും ഇപ്പുറത്തിരുന്ന ആസ്പിറൻറ്റിനും വേറെ ഓർഡറാണ്. അതറിയാമല്ലോ, എല്ലാവർക്കും ഒരേ ഓർഡർ അല്ല. ഈ ഓർഡർ തീരുമാനിക്കുന്നത് ഏതോ ഒരു കമ്പ്യൂട്ടറാണ്. പക്ഷേ കമ്പ്യൂട്ടർ അല്ല ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്ന ഓർഡർ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അഥവാ ഞാൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ എനിക്ക് ഫീഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അല്ല, ഞാനാണ് പിക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസിയായിട്ട് നിങ്ങളുടെ സ്കോർ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഔട്ട്പുട്ട് ബെസ്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അടിച്ചു, എനിക്കത് അറിയാമായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ അടിച്ചു, എനിക്കറിയാമായിരുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എനിക്കറിയാമോ? ഞാൻ ഇതിവിടെ കണ്ടിട്ടുണ്ട്, എനിക്കതറിയാം ചെയ്യാൻ. പക്ഷേ ഒരു ലിങ്ക് മിസ്സിംഗ് ആണ്. അതെനിക്ക് ആലോചിച്ചാൽ കിട്ടും, എനിക്കറിയാം. പക്ഷെ അത് ആ ഒരു ഞാൻ അപ്പോൾ അടിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വെറുതെ ഞാൻ ഇരുന്ന് ആലോചിക്കരുത്. നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ നിങ്ങൾ ആ ഒറ്റ സ്റ്റെപ്പ് ചെയ്ത്, മേ ബി നിങ്ങൾക്ക് പേനയും പേപ്പറും പോലും എടുക്കാണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ടുള്ള, നിങ്ങൾ അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, നിങ്ങൾക്ക് വളരെ 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 പരിചയമുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഒന്നാമത്തെ രണ്ടാമത്തെ ചെയ്തു. ഫസ്റ്റ് റൗണ്ടിൽ മൂന്നാമത്തെ എത്തിയപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്കറിയാം, ഞാൻ വായിച്ചപ്പോൾ എനിക്കത് അറിയാം എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ഇപ്പോൾ ചെയ്യാൻ എനിക്കത് കത്തുന്നില്ല, ചെറിയൊരു ലിങ്ക് മിസ്സിംഗ് ആണ്. എന്ത് ചെയ്യണം? അത് മാർക്ക് ആൻഡ് റിവ്യൂ. എന്ത് ചെയ്യും? മാർക്ക് ആൻഡ് റിവ്യൂ. ഏത് കളറാകും? ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞ കളറാണ് മാർക്ക് ആൻഡ് റിവ്യൂ. അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് റെഡ് കളറായിട്ട് കിടക്കും അല്ലേ? അങ്ങനെയല്ലേ കളർ കോഡിങ് പറഞ്ഞ്? അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? അത് റെഡ് കളറായി കിടക്കും. അഥവാ ഇതിങ്ങനെ ഒരു റെഡ് കളറിനകത്ത് കിടക്കും. റെഡ് കളർ കോഡിങ് മീനിങ് എന്താണ്? ഞാൻ അറ്റംപ്റ്റ് ചെയ്തില്ല, എനിക്കത് അറിയാം, ഞാൻ പിന്നെ വന്ന് ചെയ്യാം. ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, പിന്നെ ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ഗുദാഹവ. അറിയാവോടാ, ഞാൻ ഒരിടത്തും കണ്ടില്ലത് ഏതോ ഒരു ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ്. അപ്പം തന്നെ നമ്മൾ അവിടെ ഇരിക്കണോ? പാനിക്കാനൊക്കെ ആവശ്യമുള്ള സമയം എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങളുടെ അസ്ത്രവിദ്യയുടെ സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ പീക്ക് പെർഫോമൻസ് സമയമാണ്. ആർക്കും നിങ്ങളെ തടയാനാവില്ല. നേരെ എന്ത് ചെയ്യുന്നു? നിങ്ങൾ അതിനെ സ്കിപ്പ് ചെയ്യുന്നു. സ്കിപ്പ് ചെയ്യുന്നു. എടാ, മാർക്ക് ആൻഡ് റിവ്യൂ എന്നാ ചെയ്തേ? എനിക്ക് പിന്നെ വരണം, എനിക്ക് റിവ്യൂവിന് വരണം. പക്ഷെ ഇതെനിക്ക് അറിയാമോ? പിന്നെ വരാൻ നോക്കാം. ഇത് ഏത് കല്ലാടാ? ഇത് ഏറ്റവും വലിയ കല്ല്. ഏറ്റവും അവസാനം
നമുക്കിപ്പോൾ ഇവനെ മൈൻഡ് ചെയ്യാൻ സമയമില്ല. മൂവിങ് ഓൺ. 5th ക്വസ്റ്റ്യൻ. എനിക്കിതറിയാം. ഇവിടെ കണ്ടോ, ഫസ്റ്റ് നമ്മൾ റോ കഴിഞ്ഞപ്പോൾ 2 ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, 3 ക്വസ്റ്റ്യൻ എനിക്ക് അറിയാമായിരുന്നു. ഇനി ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം വന്നാലും 4ാമത്തെ ക്വസ്റ്റ്യൻ 2ാമത് വന്നാലും എന്നെ തളർത്തിക്കളയോ? ഇല്ല. എനിക്ക് എന്തായാലും കമ്പ്യൂട്ടർ ഫീഡ് ചെയ്യുന്ന ഓർഡറാണ്. എനിക്ക് തന്ന ഓർഡർ, ഞാൻ അടിക്കേണ്ട ഓർഡർ തീരുമാനിക്കുന്നത് ഞാനാണ്, കമ്പ്യൂട്ടർ അല്ല. ഞാൻ നേരെ എന്ത് ചെയ്യും, 3ഉം 4ഉം അല്ലെങ്കിൽ 1ഉം 2 എന്ത് ചെയ്യും, ഞാൻ ആദ്യമേ സ്കിപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ ചെയ്യും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ 3 ക്വസ്റ്റ്യൻ അടിച്ചു. 3 ക്വസ്റ്റ്യൻ പച്ച കളറായി. എനിക്കറിയാം, എനിക്ക് ഉറപ്പുള്ളത് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തു, ആദ്യമേ അടിച്ചു. 6th ക്വസ്റ്റ്യൻ. ഇവനെ എനിക്കറിയാം, പക്ഷേ എന്താണ്, ഇവൻ ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണ്. മെൻസുറേഷനോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ നിങ്ങൾക്ക് ഡിപ്പെൻസ്. എഗെയിൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റോ മെൻസുറേഷൻ ആയെന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റീവ് ആണോ യാതൊരു നിർബന്ധമില്ല. ചിലപ്പോൾ റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും കാൽക്കുലേറ്റീവ്. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ വെച്ചിട്ട് ഒരിക്കലും ക്വസ്റ്റ്യനെ ജഡ്ജ് ചെയ്യരുത്, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ 6ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു. ഇവനെ എനിക്കറിയാം, എനിക്കിനെ നല്ല പരിചയമുണ്ട്, പക്ഷേ ഇവൻ ഇച്ചിരി പെശകാണ്, ഇവൻ ഇച്ചിരി സമയം എടുക്കും ഇവനെ ഒന്ന് സോൾവ് ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യും, എഗെയിൻ മാർക്ക് ആൻഡ് റിവ്യൂ. അങ്ങനെ 7 അടിച്ചു, 8 അടിച്ചു, 9 എനിക്കറിയാവോ? 9 എനിക്കറിയില്ല, ഞാൻ ഇവനെ കണ്ടിട്ട് പോലും ഇല്ല. നേരെ എന്ത് ചെയ്യുന്നു, ഒരു മടിയും വേണ്ട, നേരെ സ്കിപ്പ് ചെയ്യുക. 10ാമത്തെ ആൾ, എനിക്ക് ഇവനെ അറിയാം, 11 അറിയാം, 12 അറിയാം, പക്ഷേ എനിക്ക് ഇപ്പോൾ സമയമില്ല, എനിക്കിപ്പോൾ ഇവനെ ചെയ്യാൻ മൂടില്ല, ഞാൻ പിന്നെ വരാം. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. എന്താണ് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ അഥവാ DI? എന്താ DIയുടെ കുഴപ്പം? ശ്രദ്ധിച്ചോണേ, എന്താ DIയുടെ കുഴപ്പം? DI ചില ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഈസി ആയിരിക്കും, നിങ്ങൾക്ക് 5 സെക്കൻഡ് വേണ്ട. പക്ഷേ ആ സോൾവ് ചെയ്യാൻ 5 സെക്കൻഡ് വേണ്ട എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ആ ഡാറ്റ ഫുള്ള് വായിച്ച് മനസ്സിലാക്കണം. അതിന് നിങ്ങൾക്ക് സമയം വേണം. നിങ്ങളുടെ ഇപ്പോൾ സമയമുണ്ടോ? നിങ്ങളുടെ ഫസ്റ്റ് റൗണ്ട് നിങ്ങളുടെ മൊമെൻറ്റം കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റിൽ കാണിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതിന് സമയമില്ല. നേരെ DI കണ്ടാൽ അപ്പം എന്ത് ചെയ്യുക, മാർക്ക് ആൻഡ് റിവ്യൂ അടിക്കുക, മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് അപ്പം ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, ഫസ്റ്റ് റൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസി ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പക്ഷേ ഇത് എന്തിനു വെക്കുക, പിന്നെ അടിക്കാൻ വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെ മൈൻഡ് ചെയ്യാൻ സമയമില്ല. വി ആർ മൂവിങ്. നമ്മൾ ആ ഒരു പാഞ്ഞ് പൊക്കോണ്ടിരിക്കുക. നമുക്ക് ഇവരെ മൈൻഡ് ചെയ്യാൻ സമയമുണ്ടോ? ഒരു സമയമില്ല. 14 അടിച്ചു, 15 അടിച്ചു. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് അടിച്ചടിച്ച് ക്വസ്റ്റ്യൻ നമ്പർ 25 എത്തി. അതെനിക്ക് മേ ബി അറിയില്ലായിരിക്കും, നേരെ എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ നമ്മുടെ ആ ഒരു ഇൻ്റർഫേസിൽ 1ാമത്തെ റൗണ്ട് കഴിയുമ്പോൾ ഗുണം എന്താണ്, എൻ്റെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് വേറെ സിനേറിയോ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചെന്ന ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പകുതിയായി, അങ്ങോട്ട് കിട്ടുന്നില്ല. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞു, 40 സെക്കൻഡ് കഴിഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഒന്നുകിൽ ക്വസ്റ്റ്യൻ തെറ്റായിരിക്കാം, അങ്ങനെയും സാധ്യത ഉണ്ട് കേട്ടോ, ക്വസ്റ്റ്യനും തെറ്റാം. അല്ലെങ്കിൽ ഞാൻ ചെയ്ത എന്തോ സില്ലി മിസ്റ്റേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പിന്നെയും ആ മിസ്റ്റേക്ക് വന്നുകൊണ്ടിരിക്കുക. അവിടെ ഇരുന്ന് ഈഗോ കാണിക്കണോ? ഒരിക്കലും ഈഗോ കാണിക്കരുത്. നമ്പർ ഇറക്കാനൊക്കെ പിന്നെ സമയമുണ്ട്. എന്ത് ചെയ്യുക, കണ്ണും പൂട്ടി മാർക്ക് ആൻഡ് റിവ്യൂ അടിക്കുക. മാർക്ക് ആൻഡ് റിവ്യൂ അടിച്ചിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ഇട്ട് വെക്കുക. നിങ്ങൾ പിന്നെ വരുമ്പോൾ ആ റഫ് വർക്കിൽ നിങ്ങൾക്ക് ആ റൗണ്ടിൻ്റെ സാധനം പെട്ടെന്ന് കിട്ടും. ആണേ എക്സ്ട്രാ പോയിന്റ്. ഞാൻ പറയുന്ന ഓരോ പോയിന്റും മനസ്സിലാക്കി തന്നെ നോക്കണേ. അപ്പോൾ മാർക്ക് ആൻഡ് റിവ്യൂ അടിച്ചു വെച്ചല്ലോ. എനിക്കിത് അറിയാമായിരുന്നു ഞാൻ വിചാരിച്ച കാര്യം, പക്ഷേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതും എന്താ പിന്നത്തേക്ക്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങളൊരു ആവറേജ് ആസ്പിറൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഡിപ്പെൻസ് അപ്പോൺ യുവർ പ്രിപ്പറേഷൻ 10 മുതൽ 15 10 to 20 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഫിനിഷ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ 5 ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, മതിയടാ 5 ക്വസ്റ്റ്യൻ 5, 4 എങ്കിൽ 4. പക്ഷെ എന്താ, നിങ്ങൾ ആ 4 ക്വസ്റ്റ്യനും നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ ചെയ്യുന്നതിന് അർത്ഥം എന്താ, ആ 4 നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്തു, ആദ്യമേ ചെയ്തു. ഫസ്റ്റ് റൗണ്ട് ഡൺ. ആദ്യത്തെ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ ആണേ. 2ാമത്തെ റൗണ്ട് ഇനിയാണ് കളർ കോഡിങ്ങിൻ്റെ ആവശ്യം. 2ാമത്തെ റൗണ്ടിലും 3ാമത്തെ റൗണ്ടിലുമാണ് നമുക്ക് കളർ കോഡിങ്ങിൻ്റെ ആവശ്യകത. നിങ്ങൾ നോക്കി, മാർക്ക് ആൻഡ് റിവ്യൂ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാതെ, ഇത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലേ, ചിലപ്പോൾ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ആൻഡ് റിവ്യൂ നിങ്ങൾ പോകെ പഠിക്കും. ഓക്കെ, എല്ലാം കൂടെ സ്പൂൺ ഫീഡിങ് അല്ല, നിങ്ങൾ പോകെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യേണ്ട, കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് മാർക്ക് ആൻഡ് റിവ്യൂ വേറൊരു കളറാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. സിംപ്ലി നിങ്ങൾ അറിയില്ലെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ, ഒട്ടും അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അപ്പോൾ കത്തിയില്ലെങ്കിൽ മാർക്ക് ആൻഡ് റിവ്യൂ, ഒട്ടും അറിയില്ലെങ്കിൽ സ്കിപ്പ് ആണേ. അപ്പോൾ 2ാമത്തെ റൗണ്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 കളർ കാണാൻ പറ്റും. ഒന്ന് യെല്ലോ കളർ. എന്താ യെല്ലോ കളർ? എനിക്ക് അറിയാം, പക്ഷേ ഇപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ച കുറച്ച് ക്വസ്റ്റ്യൻ ഇല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഡൂവബിൾ ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ DI പോലത്തുള്ള ക്വസ്റ്റ്യൻസ് അറിയാം, ഇപ്പോൾ ചെയ്യാൻ വയ്യ, മടി. ആ സാധനം എന്ത് ചെയ്യുക, 2ാമത്തെ റൗണ്ട് അഥവാ കളർ കോഡിങ്ങിലെ യെല്ലോ കളറാണ് നിങ്ങൾ 2ാമത്തെ തവണ നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഗുണം എന്താണ്, ഞാൻ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ 1ാമത്തെ ചെയ്ത കാര്യം എന്താ, എനിക്ക് പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യനും ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. 2ാമത്തെ കാര്യം എന്താ, എനിക്ക് ഇനി അടിക്കേണ്ട ഓർഡർ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്താൽ പോകുന്നത്. എനിക്കിനി നേരെ ആ ഒരു റൈറ്റ് സൈഡ് പെയിൻ കാണാൻ പറ്റും, അവിടെ കാണാൻ പറ്റും നമുക്ക് എന്താണ് യെല്ലോ കളർ ഏതൊക്കെ. ഇനി സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഏത് കളറിൽ വരൂടാ,
ഗ്രീൻ ബ്ലൂ കളറിൽ വരും. സ്കിപ്പ് ചെയ്ത കളർ എന്ത് വരും? ബ്ലൂ കളറിൽ വരും. നിങ്ങൾ അപ്പോൾ തന്നെ കാണാൻ പറ്റും. ഓക്കെ, യെല്ലോ, ഇത്രയും ക്വസ്റ്റ്യൻ യെല്ലോയാണ്. ഞാൻ രണ്ടാമത്തെ റൗണ്ട് കണ്ണ് മൂട്ടി പോകേണ്ട എങ്ങോട്ടാടാ? യെല്ലോയിലേക്ക്. നിങ്ങളിത് ചെയ്തില്ലെങ്കിൽ പ്രശ്നം എന്താണ്? ഇനി ഏത് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ഡൗട്ട് അവിടെ പിന്നെയും ടൈം വേസ്റ്റാണ്. 8ലേക്ക് പോയി 12ലേക്ക് പോയി 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഓർമ്മയില്ല. അതൊന്നും ഇനിയില്ല. എന്താ? കളർ കോഡിങ്. എന്താ സംഭവം? രണ്ടാമത്തെ റൗണ്ടിൽ മഞ്ഞ കളർ മാത്രം നോക്കി മതി. കാര്യം എന്താണ്? ഞാൻ പിന്നത്തേക്ക് മാറ്റിയ ക്വസ്റ്റ്യൻ അടിക്കാനുള്ള സമയം രണ്ടാമത്തെ റൗണ്ട്. അത് നിങ്ങൾ പോകെ അപ്പോഴും മേ ബി നിങ്ങൾക്ക് കിട്ടത്തില്ല. എന്ത് ചെയ്യുക? ഇട്ടേക്കുക, മാർക്ക് ആൻഡ് റിവ്യൂ ഇട്ടേക്കുക. മൂവ് ഓൺ ടു എന്താണ് അടുത്ത ബാക്കിയുള്ള മാർക്ക് ആൻഡ് റിവ്യൂ ക്വസ്റ്റ്യൻസ്. DI കോമൺ ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മെൻസുറേഷനിലെ മേ ബി നിങ്ങൾക്ക് അപ്പോൾ കിട്ടാത്ത ഒരു ഐഡിയ പിന്നെ കിട്ടിയേക്കാം. നിങ്ങൾ ഇവിടെ കിട്ടിയിട്ടും കിട്ടാത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ എന്ത് ചെയ്യുക? ഫ്രഷ് സെറ്റ് ഓഫ് ഐസ് ആയിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് മീഡിയം സൈസ് കല്ലുകൾ നമ്മൾ ഉരുട്ടി കഴിഞ്ഞേ. ഇനി നമുക്ക് ആകെ എന്താണ്, മൂന്നാമത്തെ റൗണ്ട് എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബ്ലൂ കളറായിട്ടുള്ള ഒരു മേ ബി ഡിപ്പെൻസ് അപ്പോൺ യുവർ പ്രിപ്പറേഷൻ ലെവൽ 4 or 5 ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണത്തില്ല. അഗെയിൻ ഓൾ ഡിപ്പെൻസ് അപ്പോൺ യു. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലൂ ക്വസ്റ്റ്യൻ കാണുക. അത് എത്രാമത്തെ റൗണ്ടാണ്? മൂന്നാമത്തെ റൗണ്ട്. ഏറ്റവും അവസാനത്തെ റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ട്. അവിടെ ഏറ്റവും വലിയ ഭീമാകാരമായ കല്ലുകളാണ് എന്ത് ചെയ്യുക? ഉരുട്ടി നോക്കുക. അത് ഉരുണ്ട് കഴിഞ്ഞാൽ ഓക്കെ, ഹാപ്പി. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ ഇട്ടേക്കുക. അടുത്ത വലിയ കല്ലിലേക്ക് പോവുക. ചിലപ്പോൾ നിങ്ങൾ കിട്ടത്തില്ല എന്ന് വെച്ച ക്വസ്റ്റ്യൻസ് പിന്നെ കിട്ടാം. സ്കിപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? പിന്നെ കിട്ടാം. അപ്പോൾ എന്ത് ചെയ്യുക? അതും കൂടെ കണ്ടു നോക്കുക. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അടിപൊളിയായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഗുണം എന്താണ്? ക്വസ്റ്റ്യൻ കണ്ടില്ല, എല്ലാവരും പറഞ്ഞ പരാതിയാണ്. അവസാനത്തെ 10 ക്വസ്റ്റ്യൻ കണ്ടില്ല. ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉണ്ടാകാനേ പോകുന്നില്ല. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും കണ്ടു. യു ചോസ് യുവർ ഓൺ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യനാണ് അടിക്കുന്നത് തീരുമാനിക്കുന്ന ആരാടാ? നിങ്ങൾ തന്നെയാണ്, കമ്പ്യൂട്ടർ അല്ല. ഓക്കെയാണ്. എഗെയിൻ ഇത് ആദ്യം നിങ്ങൾ സെക്ഷണൽ ടെസ്റ്റിൽ ഫോളോ ചെയ്ത് നോക്കുക. പതിയെ എന്ത് ചെയ്യുക? ഫുൾ ടെസ്റ്റിൽ എടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇത് പിന്നെ മാറ്റം വരുത്തുക. നിങ്ങൾ ഫുൾ ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? അപ്പോൾ നോക്കണമെന്നില്ല. നിങ്ങൾ നേരെ നിങ്ങൾക്ക് റീസണിങ്ങിലോ വേറെ സെക്ഷനിലേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ട് നിങ്ങൾക്ക് ബ്ലൂ അടിച്ചാൽ മതി. കളർ കോഡിന് ഗുണം അതാണ്. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. നിങ്ങളുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ചെയ്യാൻ പറ്റും. അഗെയിൻ ഫസ്റ്റ് റൗണ്ടിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ, സെക്കൻഡ് റൗണ്ടിൽ യെല്ലോ ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് റിവ്യൂഡ്, തേർഡ് റൗണ്ടിൽ ബ്ലൂ ക്വസ്റ്റ്യൻ. ഓക്കെ ആണേ? യെസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ സ്ട്രാറ്റജി. 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് എന്താ പറഞ്ഞേ? നമ്മുടെ വാട്ട്സ് ദ ബെസ്റ്റ് ഓർഡർ ഓർമ്മയുണ്ടല്ലോ? എന്താണ്? മുമ്പ് TCS ആയിരുന്നപ്പോൾ ഇങ്ങനെ ഓക്കെ, പക്ഷേ എഡ്യൂക്കേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അധികം വരുന്ന ടൈപ്പുകളിൽ എന്ത് ചെയ്യുക? ഇത് ട്രൈ ചെയ്ത് നോക്കുക. വർക്കാവും. എഗെയിൻ നിങ്ങൾ മോക്ക് ടെസ്റ്റിൽ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ അതുപോലെ നിങ്ങൾ ഹാബിച്വലായിട്ട് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജിയാണ്. ഈ കല്ലുകളുടെ ഒരു എക്സാമ്പിൾ ഏറ്റവും ചെറിയ ആദ്യം എടുക്കടാ. ഏറ്റവും ചെറിയ ആദ്യം എടുക്കുക. പോകെ ടൈം ഉണ്ടെങ്കിൽ വലിയ കല്ല് എന്ത് ചെയ്യുക? ഉരുട്ടി നോക്കുക. ഉരുണ്ടാൽ ഹാപ്പി. 200 രൂപ വെറുതെ കിട്ടും. ഓക്കെ അല്ലേ? വെറുതെ എന്നല്ല, കിട്ടിയാൽ കിട്ടി. യെസ്. അവസാനം നമ്മുടെ പറയാൻ പോകുന്നത് കുറച്ച് ബോണസ് ടിപ്പുകൾ. ഒന്നെന്താടാ? എല്ലാവരും പറയുന്ന കാര്യമില്ലേ? സ്റ്റേ കാം, ഡു നോട്ട് പാനിക്. അത് എത്ര തന്നെ പറഞ്ഞാലും മതിയാതൊരു കാര്യമാണ്. പാനിക് ആവരുത്. കാര്യം എന്താ? എടാ, നിങ്ങൾ പാനിക് ആയതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സ്കോർ കൂടാൻ പോകുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ? ഒരിക്കലും സ്കോർ കൂടാൻ പോകുന്നില്ല. എന്ത് ചെയ്യുക? ആ ടൈമിൽ നിങ്ങൾ പാനിക്കുള്ള ടൈമല്ല. ആ ടൈം നിങ്ങളെ പെർഫോം ചെയ്യാനുള്ള ടൈമാണ്. അതെന്ത് ചെയ്യുക? അതിനെ പീക്കിലേക്ക് എത്തിക്കുക. എഗെയിൻ ഈ ഡീപ് ബ്രെത്ത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ടേക്ക് എ ഡീപ് ബ്രെത്ത്. എന്താണ് അത്? സയൻറ്റിഫിക് ബാക്കിംഗ് ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഡീപ് ബ്രെത്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ ഓക്സിജൻ സപ്ലൈ നിങ്ങളുടെ ബോഡിയിൽ എല്ലാ സ്ഥലത്തും എത്തും. പ്രോപ്പറായിട്ട് ഓക്സിജൻ സപ്ലൈ നടക്കുമ്പോൾ നിങ്ങളുടെ എന്താണ്? നിങ്ങൾ പ്രോപ്പർ ഇങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു ക്ലോഗ്ഡ് മൈൻഡൊക്കെ ഒന്ന് മാറി ഒന്ന് തിങ്ക് ചെയ്യാൻ പറ്റും. ഒന്നൊരു മൈൻഡ് ഓപ്പൺ ആവണം. പിന്നെ വേറൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഇടയ്ക്ക് വെച്ച് എക്സാമിന് ഇടയ്ക്ക് വെച്ച് പെട്ടെന്ന് നിങ്ങൾക്കൊരു സ്റ്റക്കായി, പെട്ടെന്നൊരു എന്താണ് കണ്ണിലേക്ക് ഒന്ന് ഇരുട്ട് കയറുന്നു, പെട്ടെന്നൊന്ന് സ്റ്റക്കായി എന്ത് ചെയ്യുക? ക്ലോസ് യുവർ ഐസ്, ടേക്ക് എ ഡീപ് ബ്രെത്ത്. മാറും. ആ ഒരു 10 സെക്കൻഡ് എടുത്ത് നിങ്ങൾ ഡീപ് ബ്രെത്ത് എടുത്താൽ പോലും ഇറ്റ്സ് ഗോണ ടോട്ടലി ബി വർത്ത് ഇറ്റ്. എന്ത് ചെയ്യുക? അങ്ങനെ എടുത്ത് ശീലിക്കുക. നിങ്ങൾ മോക്കിന് തന്നെ അത് നിങ്ങൾ പാനിക് ആവുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ ഒട്ടും തന്നെ നിങ്ങൾ കൈ പറയലൊക്കെ വരുന്നത് എന്ത് ചെയ്യുക? പ്ലീസ് കൺസൾട്ട് എന്ത് ചെയ്യുക? വേണ്ട ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലെ കൺസൾട്ട് ചെയ്യുക. അല്ല നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയുള്ളതാണെങ്കിൽ എന്ത് ചെയ്യുക? ടേക്ക് എ ഡീപ് ബ്രെത്ത്. സമാധാനം എന്ത് ചെയ്യുക? അടിക്കുക. ഓക്കെ അല്ലേ? രണ്ടാമത്തെ കാര്യം സ്കിപ്പിങ്ങിൻ്റെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം സ്കിപ്പിങ്ങിൻ്റെ കാര്യമാണ്. സ്കിപ്പ് ചെയ്യുക. ടൈം വേസ്റ്റിംഗ് ക്വസ്റ്റൻ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യുക. നിങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്? വെറുതെ ഇരിക്കരുത്. അവോയ്ഡ് ഈഗോ സോൾവിങ്. വെറുതെ എനിക്കിത് ചെയ്തിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ CHSലെ 2-3 ഫ്രണ്ട്സ് വന്ന് പറഞ്ഞ കാര്യമാണ്. സാർ ആ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എന്താണ്? എനിക്ക് ഈഗോ അടിച്ചു, അത് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അവിടെ എന്താണ്? അത് ഒരു ട്രാപ്പാണ്. നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ബോഡി നിങ്ങൾക്ക് കിട്ടുന്ന ട്രാപ്പാണത്. നിങ്ങളത് വീണ് പോകരുത്. എൻ്റെ ക്വസ്റ്റ്യൻ ചൂസ് ഞാൻ തന്നെയാണ്. അവിടെ ഈഗോ സോൾവിങ് അല്ല. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് മോക്കടിക്കുമ്പോഴും ഇത് ഒരിക്കലും ഫോളോ ചെയ്യരുത് കേട്ടോ. എന്താണ് ഈ ഈഗോ സോൾവിങ് ഒരിക്കലും ചെയ്യരുത്. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈഗോ സോൾവ് ചെയ്തോ, നിങ്ങൾ സമയം എടുത്ത് ചെയ്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ
ഈഗോ സോൾവിങ് അവോയ്ഡ് ചെയ്യുക എക്സാംസ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന്. കാര്യം എന്താ, നിങ്ങളുടെ സ്ട്രെങ്ത്ത് മാത്രം ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുക, അറ്റംപ്റ്റ് ചെയ്ത് പോവുക. എഗെയിൻ മോക്ക് ഇങ്ങനെ എക്സാമാണ്, ചായ കുടിക്കുമ്പോഴും എന്താണ് അങ്ങനെ വെറുതെ കാണരുത്. സെക്ഷൻ ടെസ്റ്റ് വേറെ, ഇംഗ്ലീഷിനും ജി കെയും. പക്ഷേ ഒരു ഫുൾ ടെസ്റ്റ് അല്ലെങ്കിൽ മാത്സിൻ്റെയോ റീസണിങ്ങൊക്കെ അടിക്കുമ്പോൾ എന്ത് ചെയ്യുക, സീരിയസ്നെസ്സോടെ തന്നെ എന്ത് ചെയ്യുക, അടിക്കാൻ ശ്രദ്ധിക്കുക. ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ. ബിലീവ് എന്താണ്, മേ ബി ഒരു കള്ളമായിരിക്കും, ലൈ കണ്ടോ, ഇതിനകത്ത് ലൈ ഉണ്ട് അല്ലേ, എന്താണ് ലൈ ആയിരിക്കാം, പക്ഷേ എന്ത് ചെയ്യുക, ബിലീവ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ അടിപൊളിയാണ്, അത് അടിപൊളിയാക്കുക. നിങ്ങളിപ്പോൾ അത് നിങ്ങൾ അത്ര നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി ഇല്ലെങ്കിൽ പോലും ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ, അത് മാത്രമേ ഉള്ളൂ. ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. നിങ്ങൾ ഇന്നലത്തെക്കാളും ഇന്ന് ബെറ്റർ ആവണം, നാളെ ഇന്നത്തേക്കാൾ ബെറ്റർ ആവണം. അതൊരു 0.001 ആണെങ്കിൽ പോലും യാതൊരു കുഴപ്പമില്ല. ബി ബെറ്റർ ദാൻ യുവർ സെൽഫ് യെസ്റ്റർഡേ. ഓക്കെ അല്ലേ? ഇനി ഒരു ബുക്ക്, ഒരു ജേർണൽ, എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിൻ്റാണ്, നിങ്ങളുടെ പ്രോഗ്രസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് അടിക്കുന്ന മോക്കുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ട്രാക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഓരോ സെക്ഷൻ വൈസ് സ്കോർ ആണെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് പോയിന്റ്, നിങ്ങളുടെ പേഴ്സൻറ്റിലാണ് നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ടത്, സ്കോർ അല്ല. കാര്യം നിങ്ങളുടെ ടഫ്നെസ് ഓഫ് ദ ഷിഫ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്കോർ മാറും. നിങ്ങളിപ്പോൾ മോക്ക് ടെസ്റ്റ് അടിക്കുമ്പോൾ അവിടെ പേഴ്സൻറ്റൈൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഏറ്റവും റൈറ്റ് സൈഡിൽ അങ്ങനെ കാണാൻ പറ്റും. എന്താണ്, നിങ്ങൾ അടിച്ച ആൾക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളമാണ് നിങ്ങൾ ടോപ്പിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് നിങ്ങളൊരു 80 to 85 ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ യു ആർ ഗോയിങ് ഓൺ ദ റൈറ്റ് ട്രാക്ക്. 90+ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുക. അഗെയിൻ ദർ ഇസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ പോവുക. ഓക്കെ അല്ലേ? ദെൻ കീപ്പ് എ ബുക്ക്, അത് പറഞ്ഞല്ലോ. ട്രാക്ക് ചെയ്യ പേഴ്സൺ, അതെന്നാടാ പേഴ്സൺ എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾ സ്കോർ കുറഞ്ഞാലും ഡോണ്ട് വെറി, എന്താണ് നിങ്ങളുടെ പേഴ്സൻറ്റേജിൽ ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രോഗ്രസ് നോക്കേണ്ടതും എന്തിനെ ബേസ് ചെയ്താടാ, ഈ പേഴ്സൻറ്റേജ്. ഈ അടിക്കുന്ന ആൾക്കാർ, മോക്ക് അടിച്ച ആൾക്കാർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ടോപ്പിൽ നിൽക്കണം. ഓക്കെ അല്ലേ? അഗെയിൻ ഇമ്പ്രൂവ്മെൻറ്റിന് സ്പേസ് ഉണ്ട് എപ്പോഴും. യെസ്, അപ്പോൾ നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയടാ. എനിവേ നമ്മൾ അത്യാവശ്യം ഞാൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അഗെയിൻ എങ്ങനെയാണ് അടിക്കേണ്ടതെന്നുള്ള കാര്യം എന്തെങ്കിലും സംശയം എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ഇതല്ല വേറെ സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഓരോന്നിനും പ്രിപ്പയർ ചെയ്യുന്നത്, ബാക്കിയുള്ള ഫെർദർ എന്തെങ്കിലും സ്ട്രാറ്റജി വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അഗെയിൻ നമ്മുടെ CGL Tier 2 അല്ലെങ്കിൽ ഇനി Tier 2 CHS ആയാലും CGL ആയാലും Tier 2ൻ്റെ എക്സാംസ് വരുന്നുണ്ടായി. ഉടനെ നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല. സ്റ്റിൽ റിസൾട്ട് വന്നിട്ട് പ്രിപ്പയർ ചെയ്ത് നിന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പ്രിപ്പയർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള യൂട്യൂബ് സെഷൻസ് എന്താണ്, കോണ്ടിൻ്റെയും റീസണിങ്ങിൻ്റെയും ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോകുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിപ്പോൾ മോക്ക് എങ്ങനെ അടിക്കണമെന്ന് സ്റ്റക്കാൻ നിൽക്കുന്ന ഒരു ആൾക്കാരാണ് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അത് ഷെയർ ചെയ്ത് കൊടുക്കുക. എഗെയിൻ എല്ലാ ടോപ്പിക്കും ഫിനിഷ് ചെയ്തിട്ട് മാത്രം അടിക്കാൻ നിൽക്കേണ്ടത്. സ്റ്റാർട്ട് ടേക്കിംഗ് മോക്സ്, ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. ഓക്കെ, ദെൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ദെൻ സ്റ്റേ ട്യൂൺ. നിങ്ങളുടെ ബാക്കി ഹെൽപ്ഫുൾ ആയുള്ള വീഡിയോസ് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സോ എഗെയിൻ നമ്മുടെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയെന്ന്. ഡു ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. കാണാം നമുക്ക്.